ഹലോ! എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിളവെടുത്താണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ളത് കുറച്ചധികം പയറുകളാണ് കേട്ടോ. അപ്പോൾ ചിലതിന് നല്ല നീളമുള്ള പയറായിരിക്കും, ചിലത് കുഞ്ഞി പയറാണ്. അതായത് ഞങ്ങൾ കുറ്റിപ്പയർ കുറച്ച് നട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് 18 മണി പയറും നട്ടിട്ടുണ്ട്, വേറെ പല ഇനത്തിൽപ്പെട്ട പയറുമുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിളവെടുക്കാൻ കൂട്ടത്തിൽ എൻ്റെ പൂച്ചക്കുണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പയറുകളായിട്ട് ഇങ്ങനെ നുള്ളിയെടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവനും ആകെ കൗതുകം കേട്ടോ. അവനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം നല്ലൊരു പയറാണ്. അത്യാവശ്യം നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാമെന്നാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങളിതിന് അധികം ചിലവൊന്നുമില്ല. നമുക്ക് സാധാ കിട്ടിയ കുറച്ച് വിത്തും വളമൊക്കെ ആയിട്ടാണ് ഇതൊക്കെ. ഞാൻ പയർ പറിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ന്യൂട്രിമോനും അത് വേണം, അവനത് പറിക്കാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ തള്ളി മാറ്റി, ഞാൻ പയറെല്ലാം പറിച്ചെടുക്കാൻ തുടങ്ങി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും കൂട്ടിട്ടാണ് വെച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്കിത് സിംഗിളായിട്ട് നമുക്കിത് ഒറ്റയ്ക്ക് തന്നെ പയർ ഒലത്തി കഴിക്കാം. നമ്മുടെ ഒലത്തെന്നാണ് പറയുക, അല്ലെങ്കിൽ തോരൻ എന്നൊക്കെ പറയും. അതുണ്ടാക്കി കഴിക്കാനാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിന് പുറമെ നമുക്ക് അത്യാവശ്യം കുറച്ച് വഴുതനങ്ങയും കുറച്ച് മാത്രം വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് തക്കാളി അധികം ഉണ്ട് കേട്ടോ. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ തക്കാളിയും വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പയർ ഓരോന്നായിട്ട് വിളവെടുത്ത് വെച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്ന് വിളവ് കിട്ടിയിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പയറും തോട്ടമാണ്. ഇതേ ഒരു പൂമ്പാറ്റ വന്ന് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പയറും തോട്ടത്തിൻ്റെ വ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെണ്ടയ്ക്ക നമുക്ക് അധികം ഇല്ല, നമുക്ക് അധികം തൈ കിട്ടിയില്ലായിരുന്നു. എന്നാലും കിട്ടിയത് നമ്മൾ ഈ പയറും തോട്ടത്തിൻ്റെ നടുക്കായിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇതിന് കുറച്ച് വിത്തിട്ടിരുന്ന് നമുക്ക് അടുത്ത വർഷം കൂടി ഉള്ള കുറച്ച് പയറിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിത്തിടാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. പയർ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ആർത്തി. അടുത്തവനും വന്നു കേട്ടോ. ഒരാൾ വന്ന അപ്പം തന്നെ അടുത്ത ആളും വരും. എല്ലാവർക്കും ഈ പയറും തോട്ടത്തിലൊരു വീക്ക്നെസ് ആണ് കേട്ടോ. നമ്മളെവിടെ പോകുന്നു അവിടെയൊക്കെ വരുമാർ വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്പൂപ്പൻ താടി പറിക്കാൻ പോയപ്പോൾ പിള്ളേർ വന്നാൽ നമ്മൾ കണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പയറിലുണ്ടായിട്ടുള്ളതാണ്. കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ താഴെയുള്ള ഒരു അടയ്ക്കാൻ മരത്തിൻ്റെ തോപ്പിലേക്ക് ഓടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കരിയാമ്പിലാച്ചി ഇരിക്കുന്നതാണ് കണ്ടേ. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങളിവിടെ കരിയിലാമ്പിച്ചി, കരിയിലക്കിളി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വഴുതനങ്ങ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴുതനങ്ങ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. അതിലുള്ള എല്ലാ വഴുതനങ്ങ തൈയിലും വഴുതനങ്ങയുണ്ട്. വയലറ്റ് കളർ വഴുതനങ്ങ കേട്ടോ നമുക്കുള്ളത്. നല്ല രസമുള്ള കുഞ്ഞു ഉരുണ്ട വഴുതനങ്ങ. ചിലതിലൊക്കെ വെള്ള കളറ് രോഗങ്ങളിങ്ങനെ ഇലയിൽ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ കാര്യമാക്കുന്നില്ല, മരുന്നടിച്ച് കൊടുക്കണമെന്ന് കരുതുന്നു. ഇത് നമ്മുടെ കയ്യിലുള്ള പച്ചമുളകാണ്. പച്ചമുളക് കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചു, എന്നാലും ഇതിൽ അത്യാവശ്യം പച്ചമുളകുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് വിഷമുള്ള പച്ചമുളക് വാങ്ങുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കരുതാണ്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തക്കാളി തോട്ടം. തക്കാളിയിൽ അത്യാവശ്യം ഒരു 8-10 തൈയാണ് ഉള്ളത്, പക്ഷേ ഉള്ളതിലൊക്കെ നന്നായിട്ട് തക്കാളി ഉണ്ട് കേട്ടോ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് നന്നായി തക്കാളി ഉണ്ടാകും. ഞങ്ങൾ അധികം വളമൊന്നും ഇട്ട് കൊടുത്തില്ല, കുറച്ച് വേപ്പിൻ പിണ്ണാക്കും പിന്നെ അധികം ചാണകമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടും തക്കാളി ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ല മത്തങ്ങ പോലെയുണ്ട്. അപ്പോൾ മത്തങ്ങ തക്കാളി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇതിനൊരു സ്വീറ്റ്നെസ് ആണ് കേട്ടോ. ഞങ്ങൾ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്വീറ്റ്നെസ് ആണ് ഈ തക്കാളിക്ക് അധികം ഉള്ളത്. വലിയ പുളിപ്പില്ല. എനിക്കധികം പുളിപ്പുള്ള തക്കാളി ഇഷ്ടമല്ല. ഇതിനാണെങ്കിൽ സ്വീറ്റ്നെസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ തക്കാളി. പൊതുവേ തക്കാളിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഈ ഒരു സ്വീറ്റ് ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ കണ്ടോളൂ, മഞ്ഞ കളർ പൂവാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇതിലെല്ലാവർക്കും അറിയാം മഞ്ഞ കളർ പൂവാണ്. മഞ്ഞ കളർ പൂവുണ്ട്. തക്കാളി കണ്ടോ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ പച്ച കളറാണ്. അത്യാവശ്യം ഇതുണ്ട്. നമ്മളിനി വിളവെടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഞാനത് തലേദിവസം തന്നെ വിളവെടുത്ത് വെച്ചാണ് കേട്ടോ. ഇത് നോക്ക്, കണ്ടോ നല്ല രസമില്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയുണ്ട്. നല്ല ചുവന്ന തക്കാളി ഇതിൽ നല്ല ഭംഗിയായിട്ടുണ്ടായി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതങ്ങ് പറിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ പറഞ്ഞു പോകുന്നു കേട്ടോ. അധികം ബലമൊന്നും കൊടുക്കേണ്ടി വന്നില്ല. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പറിച്ച് വെച്ച തക്കാളിയാണ് കേട്ടോ. ഇത്രയാണ് നമുക്കിന്ന് ഇതിൽ നിന്ന് കിട്ടിയത്. കാരണം മഴ ഉള്ളതുകൊണ്ട് തന്നെ ഈ തക്കാളിയൊന്നും അത്ര സേഫ് അല്ല, എപ്പോൾ വേണമെങ്കിലും പോവാം. ഇപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നല്ല മഴയ്ക്കുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തക്കാളി ഇതൊക്കെ നേരത്തെ പറിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ തോട്ടത്തിട്ട് പോരാൻ നോക്കിയപ്പോൾ ഇതേ ചെറുക്കൻ അവിടെ തന്നെ കിടക്കുകയാണ്. പിന്നെ ചെറുക്കനെ പിടിച്ച് അവിടുന്ന് കൊണ്ടുവരികയാണ് കേട്ടോ. വേഗം വരാൻ പറഞ്ഞ വന്നോളും, ആൾക്കൊരു വാശിയാണേ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ എന്ന് വെച്ചാൽ ഒരു ഉച്ചയാവുന്ന സമയമാവാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു 11 മണി. ഇപ്പോൾ ഇത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് നല്ലോണം മഴക്കാറ് കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം എല്ലായിടത്തും തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെയും നല്ല മഴയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ വളരെ ശക്തമായ കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. ആ കാറ്റിലാണെങ്കിൽ
കുറേ തേങ്ങയും തേങ്ങയേക്കാൾ ഉപരി തെങ്ങുമടലും ഒക്കെ കൂടി ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, കാറ്റും മഴയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ. അപ്പം ഞങ്ങളൊരു ചക്ക ഇട്ടിട്ട് അത് വെക്കാമെന്നുള്ള ആഗ്രഹത്തെ പോലെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതാണ് ഇവന്മാർ ഇവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് 3 പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആദ്യം കാണിച്ചതിൻ്റെ പേര് കുട്ടപ്പായ എന്നാണ്, കൂക്കറിന്ന് വിളിക്കും. ഇത് ഓറഞ്ച് കുട്ടനാണ് കേട്ടോ. പിന്നെ നല്ല ഒരു ഓറഞ്ച് കളറും സുന്ദരനാണെന്ന് സ്വയം വിചാരമായതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു. പിന്നെ ഞങ്ങൾ ചക്ക വെക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം തന്നെ ചക്കച്ചോള ഇങ്ങനെ കുരു കളഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു ഉരുളിയിലേക്കാക്കി വെച്ചിട്ട് അത് പൊളത്തി ഇട്ടേക്കാണ്. ഇനി നമുക്കത് അരിഞ്ഞിട്ട് ചക്ക വെക്കുകയല്ല, ചക്ക ഒലത്തുക എന്നിട്ട് പറയാം. കാരണം മുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെ ഇടിച്ച് കൂട്ടിയിട്ട് വെച്ച് ഒലത്തിയെടുക്കുക എന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുക്കളയുടെ ഇറയത്ത് വന്നിട്ട് അത് അരിഞ്ഞ് സെറ്റാക്കുന്ന കേട്ടോ ഈ കാണുന്നത്. നല്ല മഞ്ഞ ചക്കയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മഞ്ഞ കളർ ചക്കയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാട്ടമുണ്ട്. ഇപ്പോൾ തന്നെ ഈ നല്ല വെയിലല്ലേ, അതുകൊണ്ട് തന്നെ നല്ല വാട്ടം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചായ കുടിക്കാൻ ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉരുളിയിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നീളത്തി കഷ്ണിച്ചിടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി വേവത്തുള്ളൂ. വലിയതായിട്ട് ഉരുക്കിയാൽ ശരിയാവത്തില്ല. അപ്പോൾ ഞങ്ങൾ വലുതാക്കി ഉരുക്കാൻ നിൽക്കാറില്ല, ചെറുതാക്കി എന്നാൽ ഒരുപാട് ചെറുതാക്കാറുമില്ല. അപ്പം ഞാനതങ്ങനെ കോന്തി ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കാറ്റ് കണ്ടോ, നല്ല കാറ്റാണ് കേട്ടോ. ഇത് പാടത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പിടിച്ചെടുത്താണ്. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എന്നാൽ കാര്യമായിട്ട് മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാറ്റിൻ്റെ കാര്യത്തിൽ നല്ല കാറ്റുണ്ട് താനും. ഇവിടെ ധാരാളം മരമൊക്കെ ഉള്ളതുകൊണ്ട് കാറ്റിങ്ങനെ മരത്തെ പിടിച്ച് പൊക്കോളും. കണ്ടോ മഴക്കാറ് കണ്ടോ, നല്ല മഴക്കാറായിരുന്നു കേട്ടോ. ഇതിനനുസരിച്ച് കാര്യമായിട്ട് മഴ കിട്ടിയെന്ന് വെച്ചാൽ മഴയൊന്നും കിട്ടിയില്ല. പക്ഷേ കാറ്റിനൊരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ തെങ്ങുമടലൊക്കെ പറന്നേ വരുന്നതെന്ന്, എപ്പോഴാണ് തലയിട്ട് വന്ന് വീഴാന്ന് പറയാൻ പറ്റില്ല. അമ്മാതിരിയാണ് തെങ്ങുമടലൊക്കെ നിന്നിരുന്നത്. കുറച്ച് നേരം മഴയുടെ ചാറിലൊക്കെ ഉണ്ട്. ശേഷം ഞാൻ മഴ ചാർന്നോടിയപ്പോഴത്തേക്കും ചക്ക ഉലത്തിയത് കണ്ടോ, ഇതാട്ടോ ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അതും കട്ടൻ ചായയും കൂടി കുടിക്കാമെന്ന് കരുതി